ഇപ്പം നമ്മളിപ്പം അറിയാം ഒരു തങ്കമണി എന്നുള്ളൊരു ഈ ഒരു ഇൻസിഡന്റ് ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് പല ചാനലുകളും ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ അല്ല നമ്മുടെ കേരളത്തിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ആ ഒരു സംഭവം അതിൻ്റെ ഒരു ബാക്കിൽ ഒരു പ്ലോട്ടായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇതിൽ ഒരിക്കലും ആ ഒരു സംഭവത്തിൻ്റെ ഭീകരത നമ്മളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സിനിമ ഇതിനകത്ത് ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അപ്പൊ ഈ തങ്കമണിയിൽ പോലീസ് അവിടെ കയറി ഒത്തിരി പേർ ആക്രമണം നടത്തി, ഇതൊക്കെ ഇത് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ലൈഫിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത്. കാരണം കുറച്ച് സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കൊലപാതകം, പിന്നെ അതിൻ്റെ ഒരു ചുരുളഴിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോലീസിന്റെ അന്വേഷണം. പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് ഒരു ഇമോഷണലി എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയില്ല. സിനിമ ഒരു നമുക്കറിയാം ഇതിന് പ്രത്യേകിച്ച് ട്വിസ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പം എനിക്ക് തോന്നിയപ്പോൾ ഇന്റർവെല്ലിന് ശേഷം ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ, കാരണം അതിനകത്ത് ഇത് സിനിമയ്ക്കകത്തോട് വരുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒന്ന് ചർച്ച ചെയ്ത് പോകുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് സങ്കല്പിച്ച് പോകുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് മാത്രമേ എന്തൊക്കെ സംഭവിച്ചു അത് മാത്രം ഉടനീളം ഒരു നാടകീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭാഷണങ്ങളാണ് സിനിമയിൽ ഉടനീളം കാണാൻ സാധിച്ചത്. അപ്പം നമ്മൾ സാധാരണ ഒത്തിരി സിനിമകളിലൂടെ കണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി നടന്മാരാണ് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണെന്ന് അവർക്ക് തോന്നിയതായതുകൊണ്ടോ അല്ലെങ്കിൽ സംവിധാനം അങ്ങനെ തോന്നിയതായതുകൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല. ഒട്ടും കണക്ട് ആവുന്നില്ല, ഒത്തിരി നമ്മൾ ഇമോഷണലി കണക്ട് ആവുന്നില്ല. പിന്നെ ഇടയ്ക്ക് വരുന്ന കുറച്ചൊരു BGMs, പിന്നെ തങ്കമണി എന്നുള്ള സ്ഥലത്തെക്കുറിച്ച് ഒരു പാട്ട് വരുന്നുണ്ട്. അത് മാത്രമായിട്ട് എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓക്കെ ഈ ഒരു നന്നായിട്ട് തോന്നിയത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധമായിട്ട് എന്നെ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല ഈ ഒരു സിനിമ.